നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായുള്ളത് വാസ്തുആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ കെ മുരളീധരൻ നായരാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, ഇന്ന് നമുക്ക് വന്നിട്ടുള്ള കമൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചോദ്യമാണ്. അതായത് വീടുകൾ, പഴയ വീടുകൾ, അതായത് തച്ചുശാസ്ത്രം വെച്ച് പഴയ നമ്മൾ ഉത്തരവും കഴുക്കോലും ഒക്കെ വരുന്ന പഴയ വീടുകൾ പൊളിച്ചുകൊണ്ട് ഒക്കെ ചെറിയ മോഡേണൈസേഷൻ നടത്തിയാണ് ഇപ്പോൾ പല ആളുകളൊക്കെ മുന്നോട്ട് വരുന്നത്. അങ്ങനെ മോഡേണൈസേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഫ്രണ്ടിൽ 2 മുറി ഇറക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ ഓടും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതിന് ശേഷം പൈസ കിട്ടുമ്പോൾ ബാക്കിലോട്ടുള്ള റൂമുകളെയും മേൽക്കൂര കളഞ്ഞിട്ട് വാർത്ത് പോവുക. അപ്പോൾ പഴയ ഒരു ആരൂഢത്തിൻ്റെ ഒരു ഘടനയും അതിൻ്റെ അളവൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതനുസരിച്ചുള്ള പഴയ വീടുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാതിലുകളെല്ലാം ഒരേ നേർരേഖയിൽ ഇങ്ങനെ പോകുന്ന വാതിലുകളാണ്. ജനലുകളാണെങ്കിൽ അങ്ങനെയാണ്. മുറികളെന്ന് പറഞ്ഞാൽ ഒരു മുറി, പിന്നെ അത് ലെഫ്റ്റ് റൈറ്റ് മുറി, അങ്ങനെ പോകുന്ന ഫ്രണ്ട് ഒരു പാതയായിട്ട് കിടക്കുന്ന വീടുകളാണ്. ഇതിനെയാണ് നമ്മൾ ആധുനികതയിലേക്ക് കൊണ്ടുവരുമ്പോൾ വാർത്ത് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വാസ്തു നോക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വാസ്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കണക്ക് ശരിയാകുമോ എന്നുള്ളതാണ്. ഇത് പണ്ട് കാലത്ത്, അതായത് വീടിൻ്റെ കുറേ ഭാഗം ഓടിട്ട പണിയായിരിക്കും. പണ്ടത്തെ ആരൂഢത്തിൻ്റെ 16 കൊലിട്ട് നല്ല ആരൂഢമൊക്കെ എടുത്തിട്ട് അത് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഒരു ലെഫ്റ്റും റൈറ്റും 2 മുറി അല്ലെങ്കിൽ ചിലപ്പോൾ 4 മുറി അത് വാർത്തെടുക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ആരൂഢത്തിൻ്റെ വീടും കോൺക്രീറ്റ് വീടുമായിട്ട് നിൽക്കും. അത് കിഴക്ക് ദർശനമായിട്ടോ പടിഞ്ഞാറ് ദർശനമായിട്ടോ വടക്കോ തെക്കോട്ടൊക്കെ ആവാം. ഇത് ഇവർ ഈ പണിഞ്ഞ് പോകുമ്പോൾ ഇവരെ മക്കളെ ആൺപയ്യന്മാർ കല്യാണം അല്ലെങ്കിൽ പെൺകുട്ടി കല്യാണം, കല്യാണ കേസുകൊണ്ട് ബന്ധപ്പെട്ട് വരുമ്പം അവർക്ക് സ്ഥലം പോരാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതിലൊക്കെ കയറി എക്സ്റ്റെൻഡ് ചെയ്യും. തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക്. ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്നതാണ് സർവനാശം ആ വീട്ടിൽ സംഭവിക്കുന്നത്. ഒരിക്കലും പാടില്ലാത്ത കാര്യം. ആരൂഢത്തിൻ്റെ വീടിനകത്ത് നിൽക്കുമ്പോൾ കഴുക്കോൽ കഴുക്കോൽ അറുത്ത് മുറിച്ച് മാറ്റിയിട്ടാണ് അവർ ഈ കോൺക്രീറ്റ് കൊണ്ട് ചേർക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ആരൂഢത്തിൻ്റെ കഴുക്കോൽ എന്ന് വെച്ചാൽ നമ്മുടെ കൈകളായിട്ടാണ് സങ്കല്പം. അപ്പോൾ അതെല്ലാം അറുത്ത് മുറിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ദോഷവശത്ത് മനസ്സിലായല്ലോ. പിന്നെ അനുകൂലമായ തരംഗങ്ങളും പ്രതികൂലമായ തരംഗങ്ങളും ഉണ്ട്. സൂര്യൻ്റെ ലേസർ, ഭൗമോർജം, പ്രാപഞ്ചോർജം, ലൈറ്റ്നിങ്, എയർ പാസിങ് എന്നുള്ളതിന് ഒരുപാട് കണക്കുകളുമുണ്ട്. ഇത് ആ വീട്ടിൽ ആവശ്യമുള്ളവർ കിട്ടാത്ത അവസ്ഥ വരും. അതായത് നമ്മുടെ സൂര്യൻ്റെ കിരണങ്ങളും ആവശ്യത്തിന് കാറ്റും വിളിച്ചു അവിടെ അപ്പുറത്തെ മുറി ഇട്ട് കെട്ടി അടച്ചു പോയി അവിടെ നിന്ന് പണ്ട് കാലത്ത് കിട്ടിക്കൊണ്ടുവന്ന ഊർജ്ജമില്ല വീട്ടിൽ കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ എന്നും അസുഖങ്ങളായിരിക്കും ആ വീട്ടിൽ, എന്നും പ്രശ്നങ്ങളായിരിക്കും. തമ്മിൽ ശത്രുക്കളോട് പെരുമാറും. എത്ര സമ്പത്ത് വന്നാലും വീട്ടിൽ നിൽക്കാത്ത അവസ്ഥ വരും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. മര്യാദയ്ക്ക് നല്ല സുഖപ്രദമായ രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന വീടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ കാരണം വീടിൻ്റെ സന്തുലനാവസ്ഥ പാടെ മാറിപ്പോകും. ഇത് അവർ സ്വയം വരുത്തി വെച്ച വിനയാണ്. അതുകൊണ്ട് എപ്പോഴും തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ആരൂഢത്തിൻ്റെ വീടുകൾ പൊളിക്കുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ പൊളിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് പൊളിച്ച് മാറ്റണം. മേൽക്കൂര ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റിയിട്ട് ഒന്നേന്ന് പണി ചെയ്യുമ്പോൾ അതാണ് നല്ലത്. പണ്ടത്തെ നമുക്ക് തമിഴ്നാട് സംബന്ധം മനേടി ശാസ്ത്രം എന്നൊരു ഒരു കണക്കുണ്ട്. വാസ്തുശാസ്ത്രത്തും തച്ചുശാസ്ത്രം, മനേടി ശാസ്ത്രം, നീളം ഗുണം വീതി ടു ഹൈറ്റും കൂടെ എടുക്കും കണക്ക്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചില കണക്കുകളൊക്കെ വരും. അല്ലെങ്കിൽ തന്നെയും നമുക്ക് തച്ചുശാസ്ത്രപരമായിട്ടാണെങ്കിൽ തന്നെയും അതും ഇതും കൂടെ രണ്ടും കൂടെ മിക്സായി വരുമ്പം പല കണക്കും തെറ്റും. അവർ മുറികളുടെയും കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വാസ്തുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മുറികൾക്ക് വലുതായിട്ട് കണക്കെടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ യാതൊരു കണക്കിലും കൊള്ളിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെയാണ് പ്രശ്നം വരുന്നത്. ഒരിക്കലും തന്നെ നമ്മൾ ഒരു ഐശ്വര്യമായിട്ട് നിൽക്കുന്നൊരു വീട് എക്സ്റ്റൻഷൻ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ വളരെ അറിയാവുന്ന വിദഗ്ധനായ ഒരാളിനെ കൊണ്ടുപോയി നോക്കി എടുത്ത് ഏത് ഭാഗത്ത് എക്സ്റ്റൻഷൻ അവർ പറയുന്ന ഭാഗത്തെ നിങ്ങൾ എക്സ്റ്റൻഷൻ ചെയ്യാവും. അല്ലാതെ ഒരിക്കലും തന്നെ ചെയ്യരുത്. ചെയ്താൽ ആപത്ത് പറ്റും. വീട്ടിനകത്തിൻ്റെ പൂജാമുറി, പണ്ട് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്കിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് പൂജാമുറിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. പൂജാമുറി കൊടുത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തായിരിക്കും. ഈ ഒരു എക്സ്റ്റൻഷൻ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ആ പൂജാമുറി അങ്ങ് മാറ്റിയിട്ട് അവിടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വേറെ മുറിയും കാര്യങ്ങളും വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ചെയ്യുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും വടക്കിൻ്റെ കിഴക്ക് തള്ളി വരുന്നത് നല്ലതാണ്
അതായത് എപ്പോഴും തന്നെ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ വടക്കിൻ്റെ കിഴക്ക് ഭാഗവും കിഴക്കിൻ്റെ വടക്ക് ഭാഗവും നമുക്ക് തള്ളിയെടുക്കാൻ വ്യവസ്ഥയുണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് നേരത്തെ ഒരു പൂജാമുറിയും വച്ചാരാധനയും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞിട്ടായിരിക്കും ആ മുറി കോൺക്രീറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പൂജാമുറി എവിടെയെങ്കിലും ആട്ടിക്കൂട്ടി വെക്കും. മനസ്സിലായല്ലോ? നേരത്തെ പഴമക്കാർ നല്ല വിധിപ്രകാരം വച്ചിരുന്ന പൂജാമുറിയെ എടുത്ത് വേറെ ഏതെങ്കിലും അസ്ഥാനത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ അത് തന്നെ മതി ഏറ്റവും ദോഷത്തിലേക്ക് പോവുക. ഇങ്ങനെ അറിഞ്ഞോ അറിയാതോ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തിയുടെ ഫലമാണ് ഏറ്റവും കൂടുതൽ വീടിന് ദോഷമായിട്ട് വേണം. വീടിൻ്റെ ദോഷം എന്ന് വെച്ചാൽ ഏതെല്ലാം ദോഷം സംഭവിക്കുമെന്ന് പറയാം. ഒന്ന്, ആരോഗ്യപരമായ കാര്യം. സമ്പത്ത് എത്ര ലക്ഷം ഒരു മാസം കൊണ്ടുവന്നിരുന്നാലും വീട്ടിൽ പൈസ നിൽക്കില്ല. പിന്നെ ശത്രു മനോഭാവത്തോടെ പെരുമാറുക. അച്ഛനായാലും അമ്മയായിരുന്ന മക്കളെയും തമ്മിൽ ശത്രുക്കളോടെ പെരുമാറുക. ഇത് ആണ് ആ വീട്ടിൽ നടക്കുന്നത്. പിന്നെ എന്നും അസുഖങ്ങളായിരിക്കും. അതിന് 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. വടക്ക് കിഴക്കേ മൂലഭാഗത്ത് എന്ത് അപാകത വന്നിരുന്നാലും അത് ആ വീട്ടിലെ ഗ്രഹനാഥനെ ബാധിക്കും. തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല ഭാഗത്ത് നിരതി കോണിൽ എന്ത് സംഭവിച്ചിരുന്നാലും അത് ആ വീട്ടിലെ സ്ത്രീകളെ ബാധിക്കും. തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് എന്തെങ്കിലും ആദ്യമേ സംഭവിച്ചാൽ അവിടുത്തെ ആൺ സന്താനങ്ങളെ ബാധിക്കും. വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ എന്തെങ്കിലും ആദ്യമേ കുഴപ്പം വന്നാൽ അവിടുത്തെ വളർന്നു തന്നെ പെൺകുട്ടികളുടെ സന്താനങ്ങളെ ബാധിക്കും. അവരുടെ കല്യാണ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തടസ്സങ്ങൾ വരെയും കാര്യങ്ങൾ. അപ്പോൾ ഇത് നിസ്സാരമല്ല. ഇത് വളരെ സൂക്ഷിച്ച് വേണം നമ്മളൊരു വീടിനെ എക്സ്റ്റൻഷൻ ചെയ്യാൻ. അറിവുള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ അവ കാര്യങ്ങൾ ചെയ്യാവൂ. വീട് പരിപൂർണ്ണമായിട്ട് പരിശോധിച്ച് ഊർജ്ജ ലെവൽ എങ്ങനെയാണ് എയർ പാസിങ് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി എടുത്തിട്ട് ഒരു വീടിൻ്റെ എക്സ്റ്റൻഷൻ ചെയ്യാവൂ. ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ചില വീടുകളിൽ അവർ ബാത്റൂം നേരത്തെ എന്തായാലും ഉണ്ടാവില്ലല്ലോ, ഉള്ളിൽ ബാത്റൂം ഉണ്ടാവില്ല, പുറത്താണ് ബാത്റൂം. അങ്ങനെ വരുമ്പോൾ ബാത്റൂമും ഇതിനകത്ത് ടോയ്ലറ്റ് മൂലകൾ ചേർത്ത് കൊടുക്കരുത് വെക്കുന്ന ഒരു സാധനം, അതിനെന്തെങ്കിലും കണക്ക്? അല്ല, നമുക്ക് മൂലകൾ അത് വീടിൻ്റെ പ്രധാനപ്പെട്ട 4 മൂല എന്ന് വെച്ചാൽ വടക്ക് കിഴക്കേ മൂല ഭാഗം, തെക്ക് കിഴക്കേ മൂല ഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് പടിഞ്ഞാറ് ഭാഗം. ഈ 4 മൂലകൾ ഒരിക്കലും തന്നെ ടോയ്ലറ്റ് വരരുത്. അല്ലാത്ത ഭാഗത്ത് നമ്മൾ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. മുറികൾക്ക് അറ്റാച്ച് ചെയ്യാം, തടസ്സമൊന്നുമില്ല. പക്ഷേ അവിടെ വെളിയിൽ നിന്നുള്ള വെന്റിലേഷൻ കൊടുക്കത്തക്ക രീതിയിൽ എയർ പാസിങ് കറക്റ്റായിട്ട് വരണം. അങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് എപ്പോഴും തന്നെ ഇതിൻ്റെ അടിസ്ഥാന തത്വം സൂര്യനാണ്. അതാണ് സൂര്യൻ പിതാവും ഭൂമി മാതാവും എന്ന് പറയുന്നത്. വെളിയിൽ നിന്ന് സൂര്യപ്രകാശം എയറും കറക്റ്റായിട്ട് ഒരു വീടിനുള്ളിലേക്ക് കടക്കാതിരിക്കുക. അടുക്കളയുടെ സ്ത്രീകളുടെ ആരോഗ്യം എന്താണ്? സൂര്യപ്രകാശം കാറ്റുമാണ്. അടച്ചുമൂടി കെട്ടിയൊരു അടുക്കളയിലാണെങ്കിൽ എന്നും സ്ത്രീകൾക്ക് അസുഖമായിരിക്കും ഫലം. അതുകൊണ്ട് ഇവ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എക്സ്റ്റൻഷൻ, പഴയ വീടുകളെയൊക്കെ എക്സ്റ്റൻഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒന്നുകിൽ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഉള്ള ഒരു പണിയിലേക്ക് വാർത്തുകൊണ്ട് ഒരു പണിയിലേക്ക് തന്നെ പോവുക. അല്ലെങ്കിൽ കൃത്യമായി ഒരു കണക്ക് നോക്കി അതിലേതെങ്കിലും അപാകതയുണ്ടോ, അത് അളവ് ശരിയാകുന്നുണ്ടോ എന്ന് കൃത്യമായ ഒരു വാസ്തു ആചാര്യൻ്റെ ഉപദേശത്തോടു കൂടി മാത്രമേ അത്തരം കൺസ്ട്രക്ഷനിലോട്ട് പോകാവൂ. അല്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഇന്ന് നമ്പർ ഇതിനകത്തോട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് നേടാം. പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് വാസ്തുവിൽ കൊണ്ടുപോയി കാണിച്ച് നിങ്ങൾക്ക് വാസ്തുവിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കി തന്നെ വീട് ഒരു ആശങ്കയും ഇല്ലാതെ വളരെ സന്തോഷത്തോട് പണിയാൻ സാധിക്കും. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നമസ്കാരം.